മലയാള സിനിമയിലെ എക്കാലത്തെയും മാമാങ്കം പോലെയുള്ള കോമഡി ഫാമിലി ഹിറ്റ് ഗോഡ്ഫാദർ, അഞ്ഞൂറാനും ആനപ്പാറ അച്ചാമ്മയും തമ്മിലുള്ള ആ കടുത്ത വൈരവും, കൂടാതെ തന്നെ നമ്മുടെ മുകേഷും കനകയും ചേർന്ന പ്രണയവും ഇന്നും മലയാളികൾ മറക്കുന്നില്ല. ഇന്ന് നമുക്ക് നോക്കാം ഗോഡ്ഫാദർ എന്ന സിനിമയിലെ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായം. അതിനു മുമ്പായിട്ട് ഈ സിനിമ നിങ്ങൾ ആദ്യമായിട്ട് എപ്പോഴാണ് കണ്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് തിയേറ്ററിലായിരുന്നോ, OTT-യിലായിരുന്നോ, അതോ TV-യിലായിരുന്നോ? നിങ്ങളുടെ അന്നത്തെ പ്രായം എത്രയാണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അവസാനമായിട്ട് ഈ ഗോഡ്ഫാദർ എപ്പോഴാണ് കണ്ടത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. TV-യിലാണോ OTT-യിലാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടുള്ളത് ബേബി അമ്പിളിയാണ്. ഇന്നസെൻറ്റിൻ്റെ മോളായിട്ടായിരുന്നു ബേബി അമ്പിളി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബേബി അമ്പിളിയുടെ പ്രായം 9 ആയിരുന്നു. ഇപ്പോൾ ബേബി അമ്പിളിയുടെ പ്രായം 43 അടുത്തത് കലാഭവൻ ഹനീഫാണ്. കലാഭവൻ ഹനീഫ് രാമചന്ദ്രൻ, അതായത് നമ്മുടെ മുകേഷിൻ്റെ കൂട്ടുകാരനായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 31 ആയിരുന്നു. അദ്ദേഹം 2023 62 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് വിനോദ് കോഴിക്കോടാണ്. അച്ചാമ്മയുടെ ഒരു ഗുണ്ടയായിട്ടായിരുന്നു ഈ സിനിമയിൽ വിനോദ് കോഴിക്കോട് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 26 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 60. അടുത്തത് സീനത്താണ്. കടപ്പുറം കാർത്തിയായനി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ സീനത്ത് അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സീനത്തിൻ്റെ പ്രായം 26 ആയിരുന്നു. ഇപ്പോൾ സീനത്തിൻ്റെ പ്രായം 60. അടുത്തത് തൃശ്ശൂർ എൽസി ആണ്. ഹോസ്റ്റൽ വാർഡനായിട്ടായിരുന്നു ഈ സിനിമയിൽ തൃശ്ശൂർ എൽസി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തൃശ്ശൂർ എൽസിയുടെ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ എൽസിയുടെ പ്രായം 79. അടുത്തത് രവി വള്ളത്തോളാണ്. ഈ സിനിമയിൽ ഡോക്ടർ ബാലകൃഷ്ണൻ എന്നൊരു കഥാപാത്രമായിരുന്നു രവി വള്ളത്തോൾ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രവി വള്ളത്തോളിൻ്റെ പ്രായം 38 ആയിരുന്നു. അദ്ദേഹം 2020 67 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് ബീന ആൻ്റണിയാണ്. ബീന ആൻ്റണി നമ്മുടെ കനകയുടെ കൂട്ടുകാരിയായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബീന ആൻ്റണിയുടെ പ്രായം 22 ആയിരുന്നു. ഇപ്പോൾ ബീന ആൻ്റണിയുടെ പ്രായം 56. അടുത്തത് തെസ്നി ഖാനാണ്. തെസ്നി ഖാൻ ഈ സിനിമയിൽ മേഴ്സി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. കനകയുടെ മറ്റൊരു ഫ്രണ്ടായിട്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തെസ്നി ഖാൻ്റെ പ്രായം 21 ആയിരുന്നു. ഇപ്പോൾ പ്രായം 55. അടുത്തത് തൊടുപുഴ വാസന്തിയാണ്. രമണി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ തൊടുപുഴ വാസന്തി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തൊടുപുഴ വാസന്തിയുടെ പ്രായം 35 ആയിരുന്നു. ഇപ്പോൾ പ്രായം 69. അടുത്തത് ഉണ്ണിമേരിയാണ്. ഉണ്ണിമേരി ഈ സിനിമയിൽ ഓമന എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഉണ്ണിമേരിയുടെ പ്രായം 29 ആയിരുന്നു. ഇപ്പോൾ ഉണ്ണിമേരിയുടെ പ്രായം 63. അടുത്തത് ഹരിശ്രീ അശോകനാണ്. സത്യൻ അഥവാ അഞ്ഞൂറാൻ്റെ ഒരു ശിങ്കിടിയായിട്ടായിരുന്നു ഈ സിനിമയിൽ ഹരിശ്രീ അശോകൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഹരിശ്രീ അശോകൻ്റെ പ്രായം 27 ആയിരുന്നു. ഇപ്പോൾ ഹരിശ്രീ അശോകൻ്റെ പ്രായം 61. അടുത്തത് കൊല്ലം തുളസിയാണ്. അഞ്ഞൂറാൻ്റെ അഡ്വക്കേറ്റായിട്ടായിരുന്നു കൊല്ലം തുളസി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കൊല്ലം തുളസിയുടെ പ്രായം 45 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 79. അടുത്തത് ശങ്കരാടിയാണ്. അച്ചാമ്മയുടെ ആനപ്പാറ അച്ചാമ്മയുടെ അഡ്വക്കേറ്റായിട്ടായിരുന്നു ശങ്കരാടി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അദ്ദേഹം 71 വയസ്സായിരുന്നു ഇതിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. 2001 81 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് കുണ്ടറ ജോണിയാണ്. ഈ സിനിമയിൽ ഹേമചന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കുണ്ടറ ജോണിയുടെ പ്രായം 33 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 67. അടുത്തത് ജനാർദ്ദനനാണ്. ഭൂമിനാഥൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ജനാർദ്ദനൻ അഭിനയിച്ചിരുന്നത്. അച്ചാമ്മയുടെ രണ്ടാമത്തെ മകനായിട്ടായിരുന്നു ജനാർദ്ദനൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 49 ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 83. അടുത്തത് പറവൂർ ഭരതനാണ്. പരശുരാമൻ അഥവാ ആനപ്പാറ പരമേശ്വരൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 61 ആയിരുന്നു. 2015 86 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് സിദ്ദിഖാണ്. വീരഭദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു സിദ്ദിഖ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്.
അഭിനയിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ പ്രായം 26 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 60. അപ്പോൾ അഞ്ഞൂറാൻ്റെ മക്കളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ബലരാമനെയാണോ, അതോ സ്വാമിനാഥനെയാണോ, അതോ രാമഭദ്രനാണോ? അല്ലെങ്കിൽ ആനപ്പാറ അച്ചാമ്മയുടെ ശക്തമായ ഡയലോഗുകളാണോ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഇഷ്ടമായത്? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ മറക്കാതെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ട അവസാനത്തെ ദിവസം ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ജഗദീഷാണ്. ജഗദീഷ് മായിൻകുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗദീഷിൻ്റെ പ്രായം 35. ഇപ്പോൾ ജഗദീഷിൻ്റെ പ്രായം 70. അടുത്തത് KPSC ലളിതയാണ്. കൊച്ചമണി ടീച്ചർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഇന്നസെൻറ്റിൻ്റെ ഭാര്യയായിട്ടായിരുന്നു KPSC ലളിത ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ KPSC ലളിതയുടെ പ്രായം 42. 2022 75 വയസ്സിൽ KPSC ലളിത അന്തരിച്ചു. അടുത്തത് കനകയാണ്. കനക ഈ സിനിമയിൽ മാളു എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കനകയുടെ പ്രായം 20. ഇപ്പോൾ കനകയുടെ പ്രായം 54. അടുത്തത് ഫിലോമിനയാണ്. ആനപ്പാറ അച്ചാമ്മ എന്നൊരു കഥാപാത്രമായിരുന്നു ഫിലോമിന ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഫിലോമിനയുടെ പ്രായം 65. 2006 80 വയസ്സിൽ ഫിലോമിന അന്തരിച്ചു. അടുത്തത് ഭീമൻ രഘു ആണ്. പ്രേമചന്ദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഭീമൻ രഘു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഭീമൻ രഘുവിൻ്റെ പ്രായം 40. ഇപ്പോൾ ഭീമൻ രഘുവിൻ്റെ പ്രായം 74. അടുത്തത് ഇന്നസെൻ്റ് ആണ്. സ്വാമിനാഥൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഇന്നസെൻ്റ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഇന്നസെൻറ്റിൻ്റെ പ്രായം 43. 2023 75 വയസ്സിൽ ഇന്നസെൻ്റ് അന്തരിച്ചു. അടുത്തത് തിലകനാണ്. തിലകൻ ഈ സിനിമയിൽ ബലരാമൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ തിലകൻ്റെ പ്രായം 55. തിലകൻ 2012 77 വയസ്സിൽ അന്തരിച്ചു. അടുത്തത് മുകേഷാണ്. രാമഭദ്രൻ എന്നൊരു കഥാപാത്രമായിരുന്നു മുകേഷ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മുകേഷിൻ്റെ പ്രായം 35. ഇപ്പോൾ മുകേഷിൻ്റെ പ്രായം 69. അടുത്തത് NN പിള്ളയാണ്. അഞ്ഞൂറാൻ എന്ന മെയിൻ കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ NN പിള്ള അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ NN പിള്ളയുടെ പ്രായം 72. 1995 77 വയസ്സിൽ NN പിള്ള അന്തരിച്ചു. അപ്പോൾ ഗോഡ് ഫാദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു കോമഡിയും ആക്ഷനും എല്ലാം ചേർന്നൊരു വമ്പൻ ഒരു കഥയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കൂടാതെ തന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓടിയിട്ടുള്ള ഒരു പടം കൂടിയാണ് ഗോഡ് ഫാദർ. ഏകദേശം 404 ദിവസമാണ് ഗോഡ് ഫാദർ തിയേറ്ററിൽ ഓടിയിരുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇത് തിയേറ്ററിൽ പോയി കാണുമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.